എണ്ണയിലൊക്കെ കരിച്ചും പൊരിച്ചൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണോ? എന്നാൽ അതാ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നോമ്പുതുറ വിഭവമാണ് കേട്ടോ റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിൾ. കുഴക്കാനോ പരത്താനോ എണ്ണയിൽ മുക്കി പൊരിക്കാനോ ഒന്നിനും നിൽക്കണ്ട. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. നമ്മളിതാ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് ഗോതമ്പ് പൊടിയും 1 കോഴിമുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നല്ല ഫൈനായിട്ട് ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇങ്ങനെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല. നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഗോതമ്പാവിൻ്റെ കൂട്ട് നമുക്കൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു കട്ടിയോട് കൂടിയിട്ടാണ് നമ്മുടെ മാവ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നുണ്ടല്ലോ, നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടി, ചില ഗോതമ്പ് പൊടിക്ക് ഒത്തിരി വെള്ളം വേണ്ടി വരും. അപ്പോൾ മാവ് ഈ ഒരു രൂപത്തിലാവുന്നവരെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽ മുളകിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതാ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു ഹെൽത്തി റെസിപ്പിക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ. നമ്മുടെ മാവ് അങ്ങോട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ആ ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിൾ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത്യാവശ്യം വലിയ 2 വലിയുള്ളി ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തതും കൂടെ 1 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പേസ്റ്റിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറി വന്നതിന് ശേഷം ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു സ്പൈസി ആയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് കരുതിയിട്ട് ഒരുപാട് എരിവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങാണ്. അത് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അളവ് നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. കുറഞ്ഞ് തീയിലിട്ട് വെച്ച് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. മസാലയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇളക്കി കൊടുക്കാം. നമ്മുടെ കയ്യിൽ മല്ലിച്ചെപ്പ് ഉണ്ടെങ്കിൽ 1-2 തണ്ട് മല്ലിച്ചെപ്പ് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. സിമ്പിളല്ലേ നമ്മുടെ ഫില്ലിങ്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഉള്ളി വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ നോമ്പ് നോറ്റിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അതാ ഫില്ലിങ്സ് സെറ്റായി, അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കലക്കിയെടുത്തിട്ടുള്ള മാവ് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം. സിമ്പിളാണ് കേട്ടോ. ചുട്ടെടുക്കാമെന്ന് കരുതുമ്പോൾ നിങ്ങൾ ആരും ബേജാറാവണ്ട.
നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതുകൊണ്ട് ഒരു 3/4 തവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് കട്ടിയിലോട് ചുട്ടെടുക്കണ്ട. ഇതുപോലെ ഓരോന്നും നമുക്കൊന്ന് ചുട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് മാറും. ആ ഒരു സമയത്ത് ഇതങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിന്നിവിടെ ഈ ഒരു ഫില്ലിങ് എഗ്ഗ് നമ്മളെ മുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ്സിലോട്ട് ചിക്കനോ ബീഫോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലിങ്സ് ഒരു സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഏകദേശം ഒരു 3 മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഇനി നമുക്കിതൊരു സ്ക്വയർ ടൈപ്പിലായിട്ട് ഒന്ന് മടക്കിയെടുക്കണം. ഇതിങ്ങനെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ മടക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. കണ്ടല്ലോ, എല്ലാ സൈഡും ഇതുപോലെ 4 സൈഡും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കൈ പൊള്ളാതെ ചെയ്യണേ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കൈ പൊള്ളും അങ്ങനെയൊക്കെ ടെൻഷനുള്ളവരാണെങ്കിൽ ഓരോന്നും നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. എന്നിട്ട് പുറത്ത് വെച്ചിട്ട് നമുക്ക് സ്ക്വയർ ടൈപ്പിൽ മടക്കിയിട്ട് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് കഴിയും വിധം ചെയ്തെടുക്കാം. സംഭവം അടിപൊളി ടേസ്റ്റാണ്. കുറേ എണ്ണയിൽ മുക്കിപ്പൊരുക്കി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ചെറിയ ഹോളുകൾ ഈ ഒരു ഷീറ്റിനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഉള്ളി വഴറ്റിയ സമയത്തുള്ള എണ്ണ ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ആ ഒരു നമ്മളിപ്പോൾ ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കുന്ന എണ്ണയൊക്കെ മതിയാവും. ഇത് നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട്. ഓരോന്നും നമുക്കിതാ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ചട്ടിയിൽ വെച്ച് മടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഓരോ ദോശയും ചുട്ടെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് മടക്കിയെടുക്കാം കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ കൈ പൊള്ളാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സംഭവം സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലർക്ക് മൈദാപ്പൊടി ഇഷ്ടമല്ല, അൺഹെൽത്തി എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരുണ്ട്. ചിലർക്ക് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഒത്തിരി ഇഷ്ടമാവും. ഇത് മൈദാപ്പൊടി വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരാൾക്ക് ഒരെണ്ണം വീതം എന്ന കണക്കിന് റെഡിയാക്കിയാൽ മതി. അത്യാവശ്യം നല്ല ഫില്ലിങ്സും ഉണ്ടാവും, കഴിക്കാനും ഉണ്ടാവും. ഓരോന്നും ഇതുപോലെ സ്ക്വയറായിട്ട് മടക്കി പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും മുരിച്ചെടുക്കുക. നമ്മൾ ഈ മുരിച്ചെടുക്കുന്നൊക്കെ സമയത്ത് ചെറുതായിട്ട് എണ്ണ ഇതിൽ നിന്ന് തെളിഞ്ഞ് വരും കേട്ടോ. വേണമെന്നുള്ളവർക്ക് അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ഇത് തന്നെ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് അങ്ങ് മുരിച്ചെടുക്കുക. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ചെറുതായിട്ടങ്ങ് പൊള്ളി ഇങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ചുട്ട് കഴിയുമ്പോഴാണ് നമുക്കറിയാം. ആ ഒരു ഷീറ്റ് ഇങ്ങനെ പതുക്കെ നല്ല അത്രയും സോഫ്റ്റായിട്ടായിരിക്കും കിട്ടുക. കണ്ടല്ലോ, ഇത് കാണുമ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ചെറുതായിട്ടൊന്ന് മുകളിലോട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണവും ഒരു ഗ്ലാസ് ജ്യൂസോ ചായയോ ഒക്കെ കിട്ടിയാൽ മതിയാവും. വയറ് നിറയും. ഒപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. മൈദയോ അതുപോലെ ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചിട്ടില്ല. നല്ല ബലൂൺ പോലെ ഇങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു 7-8 എണ്ണമൊക്കെ ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും അതങ്ങ് ശരിയാവില്ല. നമുക്കറിയാമല്ലോ അതിനുള്ളിലുള്ള ഫില്ലിങ്സും ടേസ്റ്റും കാര്യങ്ങളൊക്കെ. കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.